ഉദ്ഘാടന മേയർ പി അവരുടെ സ്ഥാനം ശ്രമിച്ചു. 26-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീ കരമന ജയനെ വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രചരണമാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷമായി ഇടപെട്ട ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അഴിമതിയുടെ തേരോട്ടം നടക്കുമ്പോഴേക്കും അതിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് പ്രതിപക്ഷമായിരുന്നു 10 വർഷം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റ് നേതൃത്വത്തിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയ വികസന പദ്ധതികളല്ലാതെ സംസ്ഥാനത്തിൻ്റെതായ സംഭാവന കൊണ്ട് ഒരു മാറ്റവും കേരളത്തിൽ വന്നിട്ടില്ല. കഴിഞ്ഞ 3 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ ചരിത്ര വിജയം നൽകിക്കൊണ്ടാണ് അംഗീകരിച്ചത്. കഴിഞ്ഞ 3 മാസമായി ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്തുവാൻ വേണ്ടി കോർപ്പറേഷൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഭരണസമിതി പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായിട്ട് നിയമസഹായം ആവശ്യമാണ്. ശ്രീ കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ, രാജീവ് ചന്ദ്രശേഖർജി, വി മുരളീധരനും ശ്രീലേഖയും ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ ജയിച്ചിട്ടില്ലെന്ന സാഹചര്യത്തിൽ വളരെ വലിയ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. പതിറ്റാണ്ടുകളായി സംസ്ഥാനം ഭരിക്കുന്ന 2 മുന്നണികളും ജനുവരി 9 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരുവനന്തപുരത്ത് കുടിവെള്ളം ബുദ്ധിമുട്ട് വർഷങ്ങൾ ഉണ്ടായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. കോർപ്പറേഷൻ ഭരണസമിതി സൗജന്യമായി ടാങ്കറുകളിൽ ജനങ്ങളുടെ വീടുകളിൽ ലഭിക്കുന്ന കുടിവെള്ളമാണ് ഇന്നവർക്ക് ജീവൻ നിലനിർത്തുന്നതിന് അടിസ്ഥാന ഘടകമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തെരുവിനാശവും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതായിട്ടുള്ള പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ശ്രീ കരമന ജയൻ അദ്ദേഹം നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരം എംഎൽഎയിലേക്ക് അദ്ദേഹം ഉണ്ടാകുന്ന സംശയം ഗ്രഹിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ താമരരാത്രി വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷയോടെ സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.